ആയുധശേഷിയിൽ ഇറാനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ചൈനയാകട്ടെ അവരുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇറാന് കൈമാറാനായി തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് മറ്റു രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത്. അതായത് ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: ഇറാന് ആയുധം നൽകുന്ന രാജ്യങ്ങൾക്ക് മേൽ 100% തീരുവ കൂട്ടുമെന്ന തീരുവ ഭീഷണിയാണ് വീണ്ടും ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ ചൈനയാകട്ടെ ട്രംപിന്റെ ഭീഷണികളെ ഒന്നും തന്നെ വകവെക്കാതെ, അല്ലെങ്കിൽ അതൊന്നും ചെവിക്കൊള്ളാതെ തന്നെ ഇപ്പോൾ ഇറാനോട് ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട് ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തയോട് ചൈനയാകട്ടെ ഈ വാർത്ത തള്ളിക്കൊണ്ടാണ് ചൈന രംഗത്ത് വരുന്നത്. ഈ വാർത്തയോട് ഒരു സ്ഥിരീകരണവും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതേപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ അടുത്ത മാസം ചർച്ച നടക്കാൻ ഇരിക്കുകയാണ്. അതായത് ചൈന സന്ദർശിക്കാൻ ട്രംപ് ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. വെടിനിർത്തൽ കാലയളവ് തങ്ങളുടെ ആയുധശേഖരം പുതുക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നുവെന്ന സംശയത്തെ ഇത് ബലപ്പെടുത്തുകയാണ്. ആയുധങ്ങളുടെ യഥാർത്ഥ ഉറവിടം മറച്ചു വെക്കുന്നതിനായി തന്നെ 3 രാജ്യങ്ങൾ വഴി ഇവ എത്തിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മാൻപാഡ്സ് എന്നറിയപ്പെടുന്ന തോളിൽ വെച്ച് തൊടുക്കാവുന്ന തരത്തിലുള്ള മിസൈലുകളാണ് ചൈന ഇവിടെ നൽകാൻ ഒരുങ്ങുന്നത്. 5 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ US വിമാനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു ഇത്തരം മിസൈലുകൾ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കെ തന്നെ ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ചൈന തയ്യാറെടുക്കുന്നതായി തന്നെ US ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇറാന്റെ കൈവശത്തേക്ക് എത്തുമെന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ഇടനില നിന്നത് തങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചൈന ഈ നീക്കം വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതപ്പെടുന്നതായി തന്നെ പറയപ്പെടുന്നുണ്ട്. അതേസമയം ഈ ഒരു റിപ്പോർട്ട് ചൈന നിഷ്കരണം തള്ളിക്കളഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ഈ ആരോപണങ്ങൾ വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വ്യക്തമാണ് നിഷേധിച്ചിരിക്കുന്നത്. തങ്ങൾ ഒരു പക്ഷത്തിനും ആയുധങ്ങൾ നൽകിയിട്ടില്ല എന്നും അന്താരാഷ്ട്ര ബാധ്യതകൾ നിറവേറ്റുന്ന ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് ചൈനയെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്നും US പിന്മാറണമെന്നും മേഖലയിലെ പിരിമുറുക്കവും അത് കുറയ്ക്കുവാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ചൈന അവകാശപ്പെടുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഭാവി ഈ പുതിയ സംഭവ വികാസങ്ങളോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.